സമഗ്ര ശിക്ഷ കേരളയ്ക്ക് 240 കോടി രൂപ കൂടി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ. ഉടൻ പണം അനുവദിക്കാനാണ് നീക്കം. ഉദ്യോഗസ്ഥ തലത്തിലെ ചർച്ചകളിലാണ് തീരുമാനം. 1065 കോടി രൂപയാണ് ആകെ ലഭിക്കാനുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം 92 കോടി അനുവദിച്ചിരുന്നു. ഗോപാൽ ശീലാസനിലാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. ഗോപാൽ, SSK ഫണ്ട് ലഭിക്കാത്തത് മൂലമുള്ള ബുദ്ധിമുട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ 240 കോടി രൂപ അനുവദിക്കാൻ തീരുമാനമായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1065 കോടി രൂപ നൽകാനുണ്ട്. അതിലാണ് ഈ തുക ഒരു ഗഡുവായി നൽകാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? 1065 കോടി രൂപയാണ് കുടിശ്ശികയായി സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളത്. അതിൽ 240 കോടി രൂപ കൂടി അനുവദിക്കാനുള്ള ധാരണയായി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ ഉദ്യോഗസ്ഥ തല ചർച്ചകൾക്കിടയിൽ ഇത്തരത്തിലേക്ക് ഒരു ധാരണയിൽ എത്തി എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ വർഷം, അതായത് PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നാലെ 92 കോടി രൂപ മൊത്തത്തിൽ സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്നു. അതിന്റെ ബാക്കിയായാണ് 1065 കോടി രൂപ ഉണ്ടായിരുന്നത്. സ്റ്റാർസ് ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നീ വിഹിതങ്ങളിലായി ലഭിക്കേണ്ട 240 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പുതിയ സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. ചർച്ചകൾ സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് PM ശ്രീയുടെ ഭാവി എന്ന തരത്തിലേക്ക് UDF-ലടക്കം വിശദമായി ചർച്ചകളും തീരുമാനങ്ങളും ആലോചനകളും എല്ലാം നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലേക്ക് ഒരു ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം വലിയ തരത്തിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് SSK ഈ PM ശ്രീ പദ്ധതി മൂലം നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളായി പല തുകകൾ, പല കാര്യങ്ങൾക്ക് അനുവദിക്കേണ്ടിരുന്ന തുകകൾ മുടങ്ങി. യൂണിഫോം ആകട്ടെ, അതാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള പല സഹായങ്ങൾ, യൂണിഫോം വിതരണം, ഇതൊക്കെ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ സ്കൂൾ തുറക്കുന്നതിന് തൊട്ടു മുൻപ് ഈ നടപടികൾ ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും PM ശ്രീയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ത് എന്ന ചോദ്യം ബാക്കിയാണ്. ഗോപാൽ, തീർച്ചയായിട്ടും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഇതിൽ, കാരണം പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കേന്ദ്രം ഒരു കത്ത് കൂടി അയച്ചിരുന്നു. PM ശ്രീ പദ്ധതി ഇപ്പോഴും നിലവിലുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുമായി തുടർന്നപടി മുന്നോട്ട് കൊണ്ടുപോകണം, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് സംബന്ധിച്ച് വിശദമായ ഒരു മറുപടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംസ്ഥാനത്തിനും ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥല ചർച്ചകൾക്കിടയിൽ ഒരു തീരുമാനമായിരിക്കുന്നത്, ധാരണയായിരിക്കുന്നത്. പണം എത്തിയിട്ടില്ല, പക്ഷേ പണം അനുവദിക്കാം എന്ന ധാരണയിലേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ എത്തിയിരിക്കുന്നു ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ, 2 ദിവസത്തിനകം മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. ആ ഡൽഹി കൂടിക്കാഴ്ചയിൽ പോലും ഒരു പക്ഷേ ഇതിന്റെ എന്തെങ്കിലും തരത്തിലേക്കുള്ള പ്രതിഫലനങ്ങളോ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഒരു ധാരണയോ അന്തിമ തീരുമാനമൊക്കെ എത്തിയേക്കാം.